ഇത് രോഗികൾക്ക് ഈ ആതുരാലയം ഒരു അഭയകേന്ദ്രമായിരിക്കണം. അതായത് അവന് റീസണബിൾ ചാർജിന് ചികിത്സ കിട്ടണം. അത് ഞങ്ങളുടെ ഇതാണ്. അതേസമയം അല്ല ജാസ്മിൻ ഷാ നിങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ തീരുമാനിക്കാം. പക്ഷെ അത് ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങള് ചായക്കട സാധാരണഗതിയിൽ റോഡ് സൈഡിൽ കിട്ടുന്ന ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നതും 5 സ്റ്റാറിൽ പോയിട്ട് അതേ റേറ്റിന് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കോ? നടക്കില്ല. അപ്പൊ ഓരോ ഫെസിലിറ്റിയും ഓരോ സർവീസും അവിടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം നോക്കേണ്ടി വരും. സർ, ഇവിടെ കുറെ ചേഞ്ച് വരുന്നുണ്ട്, ഗവൺമെന്റ് കുറെ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ അത്യാവശ്യമുള്ള ചേഞ്ച് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ KSRTCയിൽ ലേഡീസിന് ഫ്രീ ആന്ന് പറഞ്ഞു. അത് ആവശ്യമാണ്, പക്ഷെ അത്യാവശ്യമല്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പോ 50 above ഏജ് വരുന്നവർക്ക് ഈ മെഡിക്കൽ എക്സ്പെൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ റിയൽ ലൈഫിലും കണ്ടിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഈ ബസ് ലേഡീസിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.